ദുആയിരക്കാൻ നമുക്ക് രണ്ട് ഭാഗങ്ങളും പിടിച്ചു മുറുക്കുന്നു. അത് അവിടെ പോയി ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇവിടെ വെച്ച് അതിന് പരിഹാരങ്ങളുണ്ട്. ഖബർ ശിക്ഷ, ഖബറിലുള്ള ചോദ്യം, മറ്റു കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടേക്ക് വരാം സമയമുണ്ടെങ്കിൽ. ഖബറിൽ നിന്ന്, ഖബറിന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മഹത്തായ കാര്യം ഒന്ന്, അല്ലാഹു തആലയുടെ തീരുമാനം പോലെ നടക്കുകയാണെങ്കിൽ മറ്റു ചില കാര്യങ്ങളെ കൊണ്ട് നമ്മളെ ഭാഗത്തു നിന്ന് തന്നെ അതിനവസരങ്ങൾ ഉണ്ടാവും. ആ അവസരം ഏതാ? ഇൻഷാ അല്ലാഹ് നമുക്ക് വരാം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, രണ്ട് ഭാഗങ്ങളും പിടിച്ചു മുറുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എല്ലാവർക്കും, ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, രക്ഷപ്പെടായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട സഅദ് തങ്ങളെ രക്ഷപ്പെടേണ്ടതായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായി എന്ന് കേട്ടപ്പോഴേക്ക് ബഹുമാനപ്പെട്ട സഅദിന്റെ ആത്മാവ് ഞങ്ങളെ ഭാഗത്തേക്ക് വരുന്നല്ലോ എന്ന സന്തോഷത്തിൽ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനത്തെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ രണ്ട് തള്ളവിരൽ മാത്രം ഭൂമിയിൽ കുത്തിക്കൊണ്ട് നടക്കുകയാണ്. അതേ മറ്റു ഭാഗങ്ങൾ നിലത്ത് തട്ടുന്നില്ല. കാലിന്റെ രണ്ട് തള്ളവിരലും താഴെ വെച്ചുകൊണ്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഹബീബായ നബിയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? ഈ സമയത്ത് റസൂലുള്ളാഹ് പറഞ്ഞു, സ്വഹാബാ, റഹ്മത്തിന്റെ മലായികത്ത് 70,000 കണക്ക്, ആയിരക്കണക്കിന് മലായികത്തുകൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിനെ അവര് പിൻപറ്റിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ആ മലായികത്തിനെ കാണാൻ എന്റെ കണ്ണിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലക്കിനെ കണ്ടതുകൊണ്ട് എനിക്ക് ചവിട്ടാൻ സ്ഥലമില്ല സ്വഹാബാ എന്ന് റസൂലുള്ളാഹി തങ്ങൾ വിശ്വസിപ്പിച്ച, ആ റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച സഅദ് തങ്ങൾ പോലും ഖബറിന്റെ ഇടക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഒരു പെണ്ണെ ഭൂലോകത്ത് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അത് ബഹുമാനപ്പെട്ട ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളെ പോറ്റുമ്മയായ ഫാത്തിമ ബിൻതു അസദാണ് കേട്ടോ. റസൂലുള്ളാഹിന്റെ മകളായ ഫാത്തിമയല്ല, റസൂലുള്ളാഹിനെ പോറ്റി വളർത്തിയ ആമിന എന്ന് പറയുന്ന ഉമ്മാന്റെ മരണത്തിന് ശേഷം ഉമ്മാന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഹബീബായ നബി തങ്ങളെ പോറ്റിയ ഫാത്തിമ എന്ന് പറയുന്ന പോറ്റുമ്മയല്ലാതെ ഒരാളും ആ ലോകത്തിൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനെന്താ കാരണമെന്ന് ഇമാമിങ്ങളെ രേഖപ്പെടുത്തി. എന്തേ ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മാക്ക് ഇത്ര പ്രത്യേകത കിട്ടാനുള്ള കാരണോ? ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഒരു പ്രാവശ്യം റസൂലുള്ളാഹി തങ്ങളെ മയ്യത്ത് കട്ടിൽ വലതു ഭാഗത്ത് വെക്കുന്നു, മറ്റൊരു ഭാഗത്ത് വെക്കുന്നു. അതേ കുറെ ബേക്കോട്ട് പോകുന്നു, കുറെ മുമ്പോട്ട് പോകുന്നു. ഹബീബായ നബി തങ്ങൾക്ക് എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അങ്ങനെ നബി തങ്ങളെ മയ്യത്ത് നിസ്കാരവും കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ ദുആഇ പറയണം കഴിഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ പോറ്റുമ്മയാകുന്ന ഫാത്തിമ ബിൻത് അസദിനെ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ആ ഫാത്തിമയെ മറവ് ചെയ്യപ്പെടാനുള്ള ഖബറിന്റെ അടുക്കലേക്ക് ഹബീബായ നബി തങ്ങളെ ചെന്നതിനു ശേഷം അവിടുത്തെ ഭൂമിയിൽ നിന്ന് വസ്ത്രം മാറി മാറ്റുന്നു. റസൂലുള്ളാഹിന്റെ കുപ്പായം മാറ്റിയിടുന്നു. എന്നിട്ടോ അവർക്ക് മറക്കുന്ന തുണി മാത്രമേ മുത്തുനബിയുടെ ശരീരത്തിലുള്ളൂ. അല്ലാത്ത ഭാഗങ്ങൾ മുഴുവനും ശരീരത്തിന്റെ ഭാഗം കൊണ്ട് റസൂലുള്ളാഹി തങ്ങളതായി ഇറങ്ങി ചെല്ലുന്നു ഫാത്തിമയുടെ ഖബറിലേക്ക്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ ഉരുളുന്നു.
കബറിന്റെ 4 ഭാഗം റസൂലുള്ളാഹിന്റെ പൂമേനി കൊണ്ട് ഉരുളുകയാണ്. എന്റെ ശരീരത്തിന്റെ ഭാഗം ആ കബറിൽ തട്ടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഈ കബറിൽ കിടന്ന് ഉരുണ്ടു എന്ന് സ്വഹാബത്ത് പറഞ്ഞില്ലേ? എന്നിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളെ ദുആയിരന്ന് പടച്ച റബ്ബേ, നിന്റെ പ്രവാചകനായ മുഹമ്മദാകുന്ന ഞാനാകുന്ന പ്രവാചകനെ മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, ഈ ഫാത്തിമ എന്ന് പറയുന്ന എന്റെ പെറ്റുമ്മാന് നീ കബറിൽ വെച്ച് ശിക്ഷിക്കല്ല അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളെ പ്രവാചകനെ മുൻനിർത്തി ദുആയിരക്കുന്നു. അങ്ങനെയാണ് ഫാത്തിമയ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ പോറ്റുമ്മ ആ നഗത്തത്തിൽ കബറിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടില്ലേ? ഏതോ ഇരിക്കട്ടെ എന്റെ ഉപ്പമാര്, നമ്മളാ കബറിലേക്ക് ചെല്ലേണ്ടവരല്ലേ? ബഹുമാനപ്പെട്ട ഇബ്നു വാസി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, എന്റെ ബഹുമാനപ്പെട്ടവരെ കാണുന്ന ഈ മനുഷ്യനോട് എന്തേ നിങ്ങളെ അവസ്ഥ, നിങ്ങൾക്ക് ഹദിയ വേണ്ടേ എന്ന് ചോദിക്കുമ്പോ, അതേ വസ്ത്രക്കച്ചവടക്കാരനായ എന്റെ മകൻ ഓരോ ദിവസവും ഫാത്തിഹ വിളിക്കുന്നുണ്ട്, ഓരോ ദിവസവും ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അതൊന്നും ആവശ്യമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു വാസി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു.